നമസ്കാരം. 24 ചാനലിലെ ജനകീയ കോടതിയിൽ ഇന്നലെ ഡോക്ടർ പി സരിനെ വിളിച്ചിരുത്തി ഹാഷ്മിയും BRM ഷഫീറും നടത്തിയ ചില നീക്കങ്ങൾ, ചില കടത്തലുകൾ, അതൊക്കെ കണ്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി. ഡോക്ടർ പി സരിൻ ജനകീയ കോടതിയിൽ വളരെ പക്വതയോടെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ, സത്യത്തിൽ ഹാഷ്മിയുടെ അവതരണം കണ്ടപ്പോൾ, ഹാഷ്മി എന്ന് പറയുന്ന മാപ്രയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്തിനായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി കൊണ്ടുവന്നത് എന്ന് തോന്നിപ്പോയി. ഹാഷ്മി ഒരു കോൺഗ്രസ്സുകാരനെ പോലെ, ഹാഷ്മി ഒരു കോൺഗ്രസിന്റെ വക്താവിനെ പോലെ സരിനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ സരിനാകട്ടെ ഓരോ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരങ്ങൾ നൽകി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി, പല കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഹാഷ്മി നടത്തിയ ശ്രമങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ നിഷ്പക്ഷതയില്ലായ്മ, ഇടത് വിരുദ്ധത, വലതുപക്ഷ വിധേയത്വം, ഇതൊക്കെ സരിന് അതിഗംഭീരമായി പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. BRM ഷഫീറും ഹാഷ്മിയും കൂടി വല്ലാത്ത രീതിയിലുള്ള ഒരു കുത്തിത്തിരിപ്പാണ് ഈ ജനകീയ കോടതിയിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തിയത്. അതിനെ എത്ര ഗംഭീരമായാണ് ഇന്നലെ സരിൻ പ്രതിരോധിക്കുന്ന കാഴ്ച കണ്ടത്. അതായത് ഈ ചർച്ച തുടങ്ങുമ്പോൾ സരിന് അനുകൂലമായ രീതിയിൽ ഹാഷ്മി തുടക്കം ചിലതൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് പാലക്കാട് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞു. അത് സരിന്റെ വിജയമല്ലേ, ഇടതുപക്ഷത്തിന്റെ വിജയമല്ലേ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് കാണാൻ സാധിച്ചത്? അതായത് സരിനെ വല്ലാതെ വളഞ്ഞിട്ട് ആക്രമണം നടത്തുന്ന കാഴ്ച. സരിനോട് ചോദിക്കുന്നു, അതായത് നിങ്ങൾ ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പിന്റെ തോൽവി അംഗീകരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സരിൻ ആ ചർച്ചയിൽ ഉടനീളം ആവർത്തിക്കുന്നു, ജനവിധി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും ഹാഷ്മി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഹാഷ്മി പലാവർത്തി പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന തോൽവി അംഗീകരിക്കുന്നില്ല എന്ന്. തോൽവി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അംഗീകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹാഷ്മി ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം നടത്തുന്നു. 3ാം സ്ഥാനത്തേക്ക് പോയ സരിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന ഇടത് വിരുദ്ധത വാരി വിതറുമ്പോഴും സരിൻ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അവിടെ മത്സരിച്ചത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രവുമല്ല, SDP ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് SDP നടത്തിയ ആഹ്ലാദ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ്. റിപ്പോർട്ടർ ചാനലിലെ ആ റോഷിപാൽ പറഞ്ഞത് എന്താണ്? അതായത് SDP പിന്തുണയില്ലാതെ UDF മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ആ പരിപാടി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് റോഷിപാൽ പറഞ്ഞത്. റോഷിപാലിനെ തീർത്തു കളയണം എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ, കോൺഗ്രസ്സുകാരുടെ ഒക്കെ ആഹ്വാനം. ഒരു കൊലവിളി ക്യാമ്പയിനൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലൊരു മാധ്യമ പ്രവർത്തകനോട് ആ രീതിയിൽ കോൺഗ്രസ്സുകാർ പെരുമാറിയിട്ട് ഹാഷ്മിക്ക് അത് BRM ഷഫീറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം പോലുമല്ല. എന്തുകൊണ്ട് അങ്ങനെ ആ റോഷിപാലിനെതിരെ ഒരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പോലും ഹാഷ്മി ചോദിക്കുന്നില്ല. ഹാഷ്മി ഒരു രീതിയിലും UDF പരിക്കുകൾ പറ്റാതിരിക്കാൻ വേണ്ടി UDF പല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് UDF താലോലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അതിൽ കാണാൻ സാധിച്ചത്. SDP ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് കിട്ടിയല്ല അവിടെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹാഷ്മി ശ്രമിക്കുകയാണ്. BRM ഷഫീറിനേക്കാൾ നന്നായി ഒരു കോൺഗ്രസ് വക്താവിനെ പോലെ പെർഫോം ചെയ്ത ഹാഷ്മിയാണെന്ന് എടുത്തു പറയട്ടെ. ഈ ഭൂരിപക്ഷ വർഗീയതയെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നൊക്കെ VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്ന് തെളിയിച്ച തിരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ കണ്ടത്. അതിന്റെ നേർക്കാഴ്ചകൾ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ സരിൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് SDP വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയാത്തതെന്ന് BRM ഷഫീറിനോട് ചോദിക്കുന്നുണ്ട്. ഷഫീറിന് മറുപടിയില്ല. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് വിടാൻ ഇടയായ സാഹചര്യം ഉണ്ടായതെന്നൊക്കെ സരിൻ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു അധികാരമോഹിയാണെന്ന് BRM ഷഫീർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഇടതുപക്ഷത്തിനോട് പാലക്കാട് സീറ്റ് ചോദിച്ചിട്ടില്ല, ഇടതുപക്ഷം എനിക്ക് ഇങ്ങോട്ട് സീറ്റ് തന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ സത്യത്തിൽ കോൺഗ്രസിൽ നിന്ന് സരിൻ പോയതിൽ വലിയ മനോവിഷമം BRM ഷഫീർ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. ഈ പരിപാടിയിൽ പറ്റിപ്പോയൊരു അബദ്ധം എന്താണെന്ന് വിചാരിച്ചാൽ
അതായത് BRM ഷഫീറിനെ പോലെ ഒരാളെ കോൺഗ്രസിന്റെ വക്താവായി കൊണ്ടുവന്നിരുത്തിയതാണ്. BRM ഷഫീർ കോൺഗ്രസിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും സന്ദീപ് വാര്യരെയും ഒക്കെ അങ്ങ് ഏറി കയറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. സന്ദീപ് വാര്യരിനെ പറ്റിയും ഞങ്ങളുടെ സന്ദീപ് വാര്യനെ കണ്ടില്ല എന്നൊക്കെയാണ് സരിനോട് ചോദിക്കുന്നത്. സരിൻ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് അതിന് മറുപടി കൊടുക്കുന്നത്. നാണമാവില്ലേ എന്ന് തന്നെയാകും സരിൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഗാന്ധിവധത്തെ പോലും ന്യായീകരിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. അമ്മാതിരി പല രീതിയിലുള്ള വർഗീയതകൾ പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യർ അദ്ദേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് BRM ഷഫീർ സംസാരിക്കുമ്പോഴും ഒരൊറ്റ കാര്യം മാത്രമേ സരിൻ അവിടെ പറയുന്നുള്ളൂ. RSSന്റെ കാര്യാലയം നിർമ്മിക്കാൻ സന്ദീപ് വാര്യർ ഭൂമി വിട്ടുകൊടുക്കുന്നില്ല എന്ന് ഇപ്പോഴും പറയുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് കോൺഗ്രസിന് സംഘപരിവാർ മുഖം വന്നു എന്ന്. അത് വന്നു എന്ന് തന്നെ ഈ BRM ഷഫീർ സമ്മതിച്ചിട്ടുണ്ട്. BRM ഷഫീർ സത്യത്തിൽ അവിടെ നിന്നിട്ട് വല്ലാത്ത രീതിയിലുള്ള പല, അതായത് സ്വയം അടി കൊള്ളാനുള്ള വടികൾ ഇട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമ്മേളനത്തെ പറ്റി പറയുന്നുണ്ട്. സമ്മേളനത്തെ പറ്റി പറയുമ്പോൾ സരിൻ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ഒരു മണ്ഡല സമ്മേളനമെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി BRM ഷഫീറിനില്ല. ഒരു കണക്കിന് ഇവർ സമ്മേളനം നടത്താതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. വേറെ ഒന്നും കൊണ്ടല്ല. അതിന്റെ പേരും പറഞ്ഞ് റോട്ടിൽ കടന്ന് തല്ലും അടിയും ഇടിയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഇടക്കാലത്ത് അങ്ങനെ ഒന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM സമ്മേളനം എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. എല്ലാ തവണയും വളരെ കറക്റ്റായിട്ട് സമ്മേളനം നടത്തുന്ന ഒരു പാർട്ടി അത് CPM ആണ്. അത് തർക്കമില്ല. അപ്പൊ CPMന്റെ മഹിമ, CPM എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അടിവരയിട്ട് കാണിച്ചു കൊടുത്തു എന്നത് മാത്രമല്ല, സരിൻ ആവർത്തിച്ചു പറയുന്നു, ശരിയുടെ രാഷ്ട്രീയം, സംഘപരിവാറിനെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ശരിയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞപ്പോൾ ആ പാർട്ടിയിലേക്ക് ചേർന്ന ആളാണ് എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ ഹാഷ്മിക്ക് പിടിക്കുന്നില്ല. ഹാഷ്മി ചോദിക്കുകയാണ്, ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന പോലെ CPM കാരനായി മാറാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും വ്യക്തമായ മറുപടി സരിൻ അതിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അതിനെന്താണ് സംശയം എന്നാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ ഹാഷ്മിക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല. അപ്പൊ ഹാഷ്മി പഴയ ഈ പറയുന്ന സരിന്റെ ടൈം ലൈനിലുള്ള കുറെ അന്ന് ഇടതുപക്ഷത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിരുന്ന പല കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ DYFIക്കെതിരെ അന്ന് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോ സരിൻ അതിന് മറുപടിയായിട്ട് ഈ ഹാഷ്മിയോട് പറയുന്നത്, ഞാനിത് ടൈം ലൈനിൽ നിന്നൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി. അന്ന് ഈ പറഞ്ഞതൊക്കെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ സത്യം തിരിച്ചറിഞ്ഞ് ഒരു ശരിയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുകയാണ്. അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അന്ന് ചെയ്തതൊക്കെ ഈ പറയുന്നത് പോലെ ഇവർക്ക് വേണ്ടിയാണ്, ഇവർ പറഞ്ഞിട്ടാണ് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. സരിനെ പല രീതിയിൽ കൊത്തിപ്പറക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും സരിൻ അതിഗംഭീരമായി തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ നിലപാട്, ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ അതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് തനിക്കൊരു നല്ല സഖാവായി മാറാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. സരിൻ ഇപ്പോൾ DYFIയുടെയും അതുപോലെ തന്നെ CPMന്റെയും ഒക്കെ ഒരു വലിയ പിന്തുണയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അംഗീകാരമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഹാഷ്മിയെ പോലുള്ള ആളുകൾക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാകും. സ്വാഭാവികമാണ്. അവിടെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഈ പറയുന്നത് പോലെ നല്ലൊരു മത്സരം അദ്ദേഹത്തിന് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ചോദ്യം ചോദിക്കാൻ ഹാഷ്മി കഴിയുന്നില്ല. ഹാഷ്മി ഒരു മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് കുറച്ച് പേപ്പറും പൊക്കി പിടിച്ചുകൊണ്ട് KPCCയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്താണെന്ന് തോന്നുന്നു എന്തൊക്കെയോ കുറെ ഇടതുവിരുദ്ധമായിട്ടുള്ള ചോദ്യങ്ങൾ സരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ സരിൻ ഇടതുപക്ഷത്തിന് കിട്ടിയ നല്ല ഒന്നാം തരം തുരുപ്പ് ചീട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സരിൻ ഒരു നല്ല വ്യക്തിയാണ്. സരിൻ ഒരു നല്ല നേതാവാണ്. സരിന് നല്ല രീതിയിൽ തന്നെ ഇലക്ഷനുകളെ നേരിടാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചാരണ സമയത്തൊക്കെ നമുക്ക് മനസ്സിലായതാണ്. നല്ല ഐഡിയ ഉള്ള ഒരു വ്യക്തിയാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ചിഹ്നത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ച് ഈ പറയുന്ന നിയമസഭയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് പോലും വിലയിരുത്തുന്നു. അതിന്റെ ഭാഗമായാണ് ഈ സരിനെ ഇന്നിവിടെ കൊണ്ടുവന്ന് സരിനെതിരെ ഈ സഖാക്കളെയും പാർട്ടിയൊക്കെ തിരിക്കാൻ വേണ്ടി പഴയ പോസ്റ്റുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് വല്ലാത്ത ഗിർവാണം അടിക്കുന്നത്. സന്ദീപ് വാര്യരെയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന കോൺഗ്രസ്സുകാര് വാഴ്ത്തുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തായാലും സന്ദീപ് വാര്യര് ചെയ്തതുപോലെ വർഗീയതയൊന്നും ഈ പറയുന്ന സരിൻ ഇതുവരെ തുപ്പിയിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും
സരിൻ BRM ഷഫീറിനെയും ഹാഷ്മിയെയും അടിച്ച് നിരത്തിയിട്ടുണ്ട്. ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ UDFന്റെ സൈബർ വിങ്ങുകളിലൊക്കെ ഇത് സരിനെ അങ്ങ് തീർത്ത് കളഞ്ഞു, സരിനെ ഞങ്ങൾ അങ്ങ് അടിച്ചു നിരത്തി എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. BRM ഷഫീർ വൈകാരികമായൊക്കെ പല രീതിയിലൊക്കെ അലമുറയിട്ടൊക്കെ സംസാരിച്ച് സരിൻ പറയുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള മോങ്ങലുകളൊക്കെ നടത്തി താൻ വിജയിച്ചു, താനാണ് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ജനകീയ കോടതിയിൽ മുൻപന്തിയിൽ എന്നൊക്കെ കാണിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സത്യത്തിൽ BRM ഷഫീറിന്റെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ ചിരിയാണോ, അല്ലെങ്കിൽ തന്നെ ഈ മുതലിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ ചിരി വരും. ഒരു രീതിയിലുള്ള ലോജിക്കും ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ ഷാജിസ് കറിയുടെ പ്രൊഡക്റ്റ് ആണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല പലപ്പോഴും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ BRM ഷഫീറിനെ പോലെ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത് കൊണ്ടാകാം ഹാഷ്മിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു കോൺഗ്രസ് വക്താവിനെ പോലെയൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ജനകീയ കോടതിയിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, എന്തുകൊണ്ട് ചേലക്കരയിൽ തോറ്റ രമ്യ ഹരിദാസിനെ ഇതുപോലെ കൊണ്ടുവന്നിരുത്തി ഒരു പരിപാടി നടത്തുന്നില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന വലതുപക്ഷത്തുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്നിരുത്തി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുന്നില്ല? അപ്പോൾ ഇടതുപക്ഷത്തിനെ ഏത് രീതിയിലും കടന്നാക്രമിക്കുക, അതാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഇവിടെയാണ് മാധ്യമങ്ങളുടെ ഗീബൽസ്യൻ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനെ തകർത്തെറിയാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ മാപ്രകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പല രീതിയിലുള്ള പേരുകൾ കൊടുത്ത് പല രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ അഴിഞ്ഞാടുമ്പോൾ സത്യത്തിൽ മാപ്രകളെ നിങ്ങൾ നോക്കി ജനം പറയുന്നത് വേറെ വല്ല പണിക്കും പോടെ എന്നാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.